നമസ്കാരം. തീർത്ഥയാത്ര എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ശ്രീലങ്കയിലെ അതിവിശേഷപ്പെട്ട ഇന്ത്യയുമായിട്ട് ബന്ധമുള്ള ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ശൈവക്ഷേത്രങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള നഗരം എന്നാണ് തിരുകോണമല എന്ന ശ്രീലങ്കയിലെ നഗരത്തെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ശൈവക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ഇവിടുത്തെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം 1825 ആണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ്. പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായിട്ടുള്ളതാണ് ഈ ക്ഷേത്രം. ഇവിടെ ഈ ഒരൊറ്റ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അതായത് വൈഷ്ണവ ക്ഷേത്രം തന്നെ ഒന്നേ ഉള്ളൂ എന്നർത്ഥം. മറ്റുള്ളതെല്ലാം ശൈവക്ഷേത്രങ്ങളാണ്. ബ്രിട്ടീഷുകാർ ശ്രീലങ്ക ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ കാലാൾപ്പടയിൽ ധാരാളം ഇന്ത്യക്കാർ ഉണ്ടായിരുന്നു. വിശേഷിച്ച് ഉത്തരേന്ത്യക്കാർ. അവർ തങ്ങൾക്ക് ആരാധന നടത്തുന്നതിനായി ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു. അവരുടെ ഇങ്ങനെ ആഗ്രഹം മനസ്സിലുള്ള സമയത്ത് തന്നെ ആ സന്ദർഭത്തിൽ ഈ സ്ഥലത്ത് 3 ദിവസം തുടർച്ചയായിട്ട് ഗരുഡൻ ആകാശത്തിൽ അത്ഭുതകരമായി വട്ടമിട്ട് പറന്നു. ഭഗവാൻ തന്നെ ഗരുഡൻ വട്ടമിട്ട് സ്ഥലം കാണിച്ചു തന്നതാണ് എന്നാണ് അവരുടെ വിശ്വാസം. ഭഗവാൻ ക്ഷേത്രം നിർമ്മിക്കാൻ അവരോട് അരുളി ചെയ്തതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ അവർ എങ്ങനെയും ക്ഷേത്രം നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അതിനുള്ള പരിശ്രമം നടത്തി. ഇന്ത്യയിൽ നിന്നാണ് അതിന് വേണ്ടിയിട്ട് അവർ കല്ലുകൾ കൊണ്ടുവന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും അർത്ഥമണ്ഡപവും ഒക്കെ നിർമ്മിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള കല്ലുകൊണ്ടാണ്. അതിനും ഒരു കാരണമുണ്ട്. രാമഭക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമി സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലെത്തിയപ്പോൾ രാവണനെ ഒരു പാഠം പഠിപ്പിക്കുവാനായി ലങ്കാനഗരം ചുട്ടരിക്കുകയുണ്ടായി. അവിടുത്തെ കല്ലുകൾക്കും തീപ്പൊള്ളലേറ്റതായിട്ടാണ് പുരാണങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കല്ലുകളെല്ലാം ചൂടുകട്ടയ്ക്ക് സമാനമാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ആ കല്ലുകൾ ഉപയോഗിക്കാതെ ഇന്ത്യയിൽ നിന്ന് കല്ലുകൾ കൊണ്ടുപോയി ശ്രീകോവിലും മറ്റും അവർ നിർമ്മിച്ചത്. രുക്മിണി, സത്യഭാമ എന്നിവരോട് കൂടിയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെയാണ് അവിടെ ഭക്തർ പ്രതിഷ്ഠിച്ചത്. തിരുവോണമലയിലെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നുള്ളത്. ആർക്കും എത്തിപ്പെടാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നതാണ്. പുരാതന കാലം മുതൽ തന്നെ ശൈവ വൈഷ്ണവ ഭേദമില്ലാതെ ഭക്തരായിട്ടുള്ളവർ ഈ ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് എത്താറുണ്ട്. തിരുവോണമലയിലെ ശ്രീകൃഷ്ണനെ ഭജിച്ചാൽ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വിശേഷിച്ച് ശ്രീലങ്കക്കാരുടെ അചഞ്ചലമായിട്ടുള്ള ഒരു വിശ്വാസമാണിത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവിടെ ഒരിക്കലെങ്കിലും ഒന്ന് ദർശനം നടത്താനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന മാത്രയിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തിരുവോണമലയിലെ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ. ഉറപ്പായിട്ടും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർത്ഥയാത്രയിൽ ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.